മമ്മൂട്ടി ഇനിയെങ്കിലും 100 കോടി അടിക്കുമോ? നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എല്ലാവരും അടിച്ചു. ഇനി നാണമില്ലയോ മമ്മൂട്ടിക്ക് 100 കോടി അടിക്കാൻ? ഇങ്ങനെയുള്ള കമൻസ് ആണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഹേറ്റേഴ്സ് എന്ന് പറയുന്നില്ല, ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യം. സത്യമാണ്, മമ്മൂട്ടി 100 കോടി ക്ലബിലില്ല. പക്ഷേ ഈ ക്ലബ്ബൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ക്ലബ്ബുകളല്ലായിരുന്നു, മികച്ച ചിത്രങ്ങളായിരുന്നു. ശരിയാണ്, മമ്മൂട്ടി യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ പാത വേറെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 2020 ശേഷം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഭയങ്കരമായിട്ടുള്ള, ഇപ്പം കണ്ണൂർ സ്കൂളൊന്നും ഗംഭീര എൻ്റർടൈൻമെൻറ്റ്, പാട്ടും ഡയലോഗ് ഡെലിവറി ഒന്നുള്ള പടമൊന്നുമല്ല. ഒരു 2.75-3 മണിക്കൂറുള്ള ഒരു സ്ലോ മിഡ്സ് പേസ് ഉള്ളൊരു പടമാണ്. ബാക്കി നൻപകൽ നേരത്തെ മയക്കം, പുഴു, കാതൽ, റോഷാക്ക്, ഇങ്ങി വന്ന് കളങ്കാവൽ വരെ, ഭ്രമയുഗം, ഇങ്ങനെയുള്ള സിനിമകളൊന്നും ആരും നിർമ്മിക്കാത്ത സിനിമകൾ മമ്മൂട്ടി നിർമ്മിക്കുകയും അതിന് കിട്ടാവുന്ന അത്യാവശ്യം വേണ്ട കളക്ഷൻ, ടെർബോ പോലും നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കരം എല്ലാം തികഞ്ഞൊരു സിനിമയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒരു സിനിമ വരുമ്പോൾ നമുക്കത് പരിഗണിക്കാവുന്ന, ഉറപ്പായിട്ടും അങ്ങനെ ഒരു സിനിമ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഗംഭീര കളക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ തിരിച്ച് മോഹൻലാൽ ഉൾപ്പെടെ, മോഹൻലാൽ, ദിലീപ്, ജയറാം, നസ്ലിന്, ബാക്കിയുള്ള ഏത് യുവതാരങ്ങളും ഈ ചെയ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനകത്ത് ഒരിക്കലും നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ചെയ്യത്തില്ല. അത് നിസ്സംശയം പറയാം. കൊടുവൺപൂറ്റിയായിട്ടോ നൻപകൽ നേരത്തിനകത്തോ റോഷാക്കോ ഇവരുടെ ഒന്നും സെലക്ഷനിൽ പോലും ഒരിക്കലും ഇല്ല എന്നുള്ളത് ഇവർ തന്നെ പലപ്പോഴും പല വിഭവങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സെലക്ഷനിൽ പോലും വരത്തില്ല. അതാണ് മമ്മൂട്ടിയുടെ വ്യത്യാസം. മമ്മൂട്ടി താരമാകാനല്ല ഇപ്പം നോക്കുന്നത്, അതൊക്കെ വിട്ടു മികച്ച നടനാകുക. അത് ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ് എനിക്ക് മികച്ച നടനായെന്ന് അറിയപ്പെടുക. അത് തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. അതായത് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യട്ടെ, 100 കോടി ക്ലബിൽ എന്നുള്ളതല്ല, മികച്ച ഗംഭീര ചിത്രങ്ങൾ ചെയ്യുമ്പം ലോകത്തിന് മുമ്പിൽ മലയാള സിനിമയ്ക്ക് വെക്കാൻ എക്കാലത്തെയും മികച്ച ചിത്രങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് വരുമെന്ന് ഇനിയും പ്രതീക്ഷിക്കാം, എക്കാലവും പ്രതീക്ഷിക്കാം.